അങ്ങനെ അദ്ദേഹം ഗുപ്ത മാഗിയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. വി അറൈവ്ഡ് അറ്റ് ലാംബത്ത്, ആൻ ഏരിയ വെർ പുവർ പീപ്പിൾ ലിവ്ഡ്. അങ്ങനെ അവർ ലാംബത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ്. അവിടെ സാധാരണക്കാരാണ് അവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ പാവങ്ങളാണ് അവിടെ താമസിക്കുന്നത്. She told me that if she became a secretary, she would take her mother away from that place. അപ്പോൾ അവൾ പറഞ്ഞു, അവൾക്കൊരു സെക്രട്ടറിയുടെ ജോലി കിട്ടുകയാണെങ്കിൽ അവൾ തൻ്റെ അമ്മയെ ആ സ്ഥലത്ത് നിന്നും വേറെ എവിടെയെങ്കിലും കുറച്ചും കൂടി നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും. I asked her if her father called her Maggie or Maxie. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിന്റെ അച്ഛൻ നിന്നെ മാഗി എന്നാണോ അതോ മാക്സി എന്നാണോ വിളിച്ചിരുന്നതെന്ന് ചോദിച്ചു. She said that when he was very affectionate, he called her Maxie. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അച്ഛന് സ്നേഹം കൂടുമ്പോൾ എന്നെ മാക്സി എന്നാണ് വിളിച്ചിരുന്നത്. She wanted to know how I knew that. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഈ പേര് അറിയാം, മാക്സി എന്ന പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? I jokingly told her that Indians know about the future and all kinds of magic. അപ്പോൾ അദ്ദേഹം ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു, ഇന്ത്യക്കാർക്ക് സാധാരണ ഭാവിയെ പറ്റി പ്രവചിക്കാൻ കഴിയും, പിന്നെ പല മന്ത്രശക്തികളും ഇന്ത്യക്കാർക്കുണ്ട് എന്ന് അദ്ദേഹം വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞു. She said she had heard such things said about Indians. പക്ഷെ അവൾ അത് സീരിയസ് ആയിട്ടാണ് എടുത്തത്. അവൾ പറഞ്ഞു, ഇന്ത്യക്കാരെ പറ്റി ഇങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. I wanted to know what she had heard. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എന്താണ് കേട്ടിട്ടുള്ളത് ഇന്ത്യക്കാരെ പറ്റി? She said she has heard that many Indians have occult powers and they are called yogis. അപ്പോൾ അവൾ പറഞ്ഞു, ഇന്ത്യയിൽ പല യോഗിമാരും ഉണ്ട്, അവർക്ക് ഒക്കൾട്ട് പവേഴ്സ് അല്ലെങ്കിൽ മന്ത്രശക്തി ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു. She thought I was not a yogi. I asked her the reason for thinking like that. എന്നിട്ട് അവൾ പറഞ്ഞു, നിങ്ങളൊരു യോഗി അല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? She said yogis don't eat meat. അപ്പോൾ അവൾ പറഞ്ഞു, യോഗിമാരെ മാംസം കഴിക്കില്ല. Then I asked her whether that was a reason for her asking me if I was a vegetarian or not. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതുകൊണ്ടാണോ ഞാനൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചത്? She did not answer but just smiled. അവളൊന്നും പറഞ്ഞില്ല, ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. We reached a narrow doorway. Maggie opened the door with a small key. അങ്ങനെ അവരൊരു വാതിൽപ്പടിയിലെത്തി. അവളൊരു ചെറിയ താക്കോല് കൊണ്ട് ആ വാതിൽ തുറന്നു. She invited me in. അകത്തേക്ക് ക്ഷണിച്ചു. When I entered, she closed the door. അവൾ അകത്ത് കയറിയതിനു ശേഷം വാതിലടച്ചു. Then she called her mother, asking her where she was. എന്നിട്ട് അവൾ തൻ്റെ അമ്മയെ വിളിച്ചു, എവിടെയാണ് അമ്മ നിൽക്കുന്നതെന്ന് ചോദിച്ചു. The mother said she was in the kitchen below. അമ്മ വിളിച്ചു പറഞ്ഞു, ഞാൻ താഴെ കിച്ചണിലുണ്ടെന്ന് പറഞ്ഞു. She asked me to go down into the kitchen. അങ്ങനെ അവർ കിച്ചണിലേക്ക് പോയി. ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ അബവ് ദ ഗ്രൗണ്ട്. ലണ്ടനിലെ തെരുവുകളൊക്കെ ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ്. കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. അടുക്കളകൾ സ്ട്രീറ്റ് ലെവലിന് താഴെയാണ്. മാഗി ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് ഗോ വിത്ത് ഹർ. ഐ എഗ്രീഡ്. അങ്ങനെ മാഗിയോടൊപ്പം അദ്ദേഹം കിച്ചണിലേക്ക് പോയി. ആൻഡ് ടുഗെദർ വി വെന്റ് ഡൗൺ ടു ദ കിച്ചൺ. I told her mother that an Indian gentleman was there to see her. അവൾ പറഞ്ഞു, ഒരു ഇന്ത്യക്കാരനായ ഒരു ജെന്റിൽമാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. Maggie introduced me to her mother, telling her this is Mr. Gupta mother and her mother to me. അവർ പരസ്പരം പരിചയപ്പെട്ടു. I said how do you do and held out my hand. Then mother said excuse me and held out her hands for me to see. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ അമ്മ അവരുടെ കൈ കാണിച്ചു കൊടുത്തിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു. ദേ വർ കവേർഡ് വിത്ത് ഫ്ലവർ. അവരുടെ കൈ മുഴുവൻ മാവ് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഷീ സെഡ് ദാറ്റ് ഇറ്റ് ബീയിങ് സാറ്റർഡേ ഷീ വാസ് മേക്കിംഗ് കേക്ക്സ്. ശനിയാഴ്ച ആയതുകൊണ്ട് അമ്മ കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. People would come in the evening to buy them and sell them on the streets. വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ ഈ കേക്കുകൾ വാങ്ങിക്കൊണ്ടുപോയി തെരുവുകളിൽ കച്ചവടം ചെയ്യും. That was the way they made her living. അങ്ങനെ കേക്കുകൾ വിറ്റാണ് അവർ ജീവിച്ചിരുന്നത്. It was a hard life. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നതെന്ന് ഗുപ്തയ്ക്ക് മനസ്സിലായി.
Saturday night is the celebration time in the areas where poor people lived. ശനിയാഴ്ച രാത്രികളെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ആഘോഷങ്ങളുടെ ദിവസമാണ്. All kinds of things are sold from push carts, അതായത് ഉന്തുവണ്ടികളിൽ പലതരം സാധനങ്ങൾ അന്ന് വിൽക്കപ്പെടും. The streets are more crowded than on any other day. ശനിയാഴ്ചകളിൽ തെരുവുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കും. It is on Saturday the workers receive their pay and so they can spend a little. ശനിയാഴ്ചകളിലാണ് ഈ പണിക്കാർക്കൊക്കെ തങ്ങളുടെ ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് ഒരുവിധം അതൊക്കെ സ്പെൻഡ് ചെയ്യാനും സാധിക്കും. All the ingredients for making the cake, flour, sugar, fat, raisins, eggs were ready on the kitchen table. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഫ്ലവർ, അതായത് മാവ്, പഞ്ചസാര, അതായത് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ്, റേസിൻസ് അതായത് ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, മുട്ട, ഇതൊക്കെ തന്നെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. There were several freshly baked cakes in tins. ടിന്നുകളിൽ പുതുതായി ബേക്ക് ചെയ്ത കേക്കുകൾ നിരന്നിരിപ്പുണ്ടായിരുന്നു. Mrs. Clifford told me that sitting in such a poor kitchen won't be pleasant for me. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത്തരത്തിലൊരു കിച്ചണിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. She has almost finished her work. She asked Maggie to take me to the sitting room. അമ്മ പറഞ്ഞു ഗുപ്തയെ സിറ്റിംഗ് റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. She would come soon. അമ്മ ഉടനെ വരാമെന്നും പറഞ്ഞു. I said it was okay with me sitting there. പക്ഷെ ഗുപ്ത പറഞ്ഞു സാരമില്ല, ഞാനിവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു. I congratulated her for making such excellent cakes. Mrs. Clifford thanked me. She asked me what kind of country India was. I told her it was a beautiful country. അമ്മ ചോദിച്ചു ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമാണ്. അദ്ദേഹം പറഞ്ഞു വളരെ ഭംഗിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. She wanted to know if it was safe to live there. അത് ഇന്ത്യ സുരക്ഷിതത്വമുള്ള ഒരു രാജ്യമാണോ എന്ന് അമ്മ ചോദിച്ചു. I said it was. ഞാൻ അതെ എന്ന് പറഞ്ഞു. India was not cold like England but hot. ഇംഗ്ലണ്ട് പോലെ അതിശൈത്യം, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിൻ്റർ സീസണിൽ ശൈത്യം ഇന്ത്യയിൽ ഉണ്ടാവാറില്ല, മറിച്ച് ഇന്ത്യ ചൂടുള്ള ഒരു പ്രദേശമാണെന്ന് ഗുപ്ത പറഞ്ഞു. She asked me if India had too many snakes and tigers that killed people. മനുഷ്യരെ കൊല്ലുന്ന കടുവകളും പാമ്പുകളും ഉണ്ടോ എന്ന് അവർ ചോദിച്ചു. I told her not to believe such things. അദ്ദേഹം പറഞ്ഞു ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കരുത്. Snakes and tigers are in the jungles. കാടുകളിലാണ് അവയൊക്കെ ഉള്ളത്. They get killed if they come to places where people live. ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവ വരാറില്ല, വന്നാൽ തന്നെ അവയ്ക്ക് അത് അപകടമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Then she wanted to know about fevers. പലതരം രോഗങ്ങളെ പറ്റി അമ്മയ്ക്ക് അറിയണമായിരുന്നു. I told her that in some places in India there were more fevers than in other places. ചില സ്ഥലങ്ങളിലൊക്കെ പലതരം പനികളുണ്ട്. It is not the same everywhere and in every season. എപ്പോഴും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. She said her son was in Punjab. He is a soldier. She wanted to know what kind of a place Punjab was. അപ്പോൾ അമ്മ പറഞ്ഞു മകൻ പഞ്ചാബിലാണ് ഉള്ളത്, പഞ്ചാബ് എങ്ങനെയുള്ള സ്ഥലമാണെന്ന് ചോദിച്ചു. I told her Punjab was a fine place. അദ്ദേഹം പറഞ്ഞു പഞ്ചാബ് നല്ലൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. There is no fever there. അവിടെ രോഗങ്ങളൊന്നും ഇല്ല. It is a healthy place. ആരോഗ്യമുള്ള സ്ഥലമാണ്. Mrs. Clifford was happy. ഇത്രയും കേട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. When she finished her baking, she asked Maggie to take me upstairs. She would join me after washing her hands. She also would bring some tea. അങ്ങനെ അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകാൻ മാഗിയോട് പറഞ്ഞു. അമ്മ കൈയൊക്കെ കഴുകി അല്പം ടീയുമായിട്ട് വരാമെന്ന് പറഞ്ഞു. Maggie showed me to their sitting room. The furniture was cheap and it was not much. അങ്ങനെ സിറ്റിംഗ് റൂമിലെത്തി. അവിടുത്തെ ഫേർണിച്ചറൊക്കെ തന്നെ പഴയതായിരുന്നു, അധികമൊന്നും ഉണ്ടായിരുന്നില്ല. The carpet was torn in places but everything was clean. നിലത്ത് കിടന്നിരുന്ന കാർപ്പറ്റ് പല ഭാഗത്തും കീറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും എല്ലാം വളരെ വൃത്തിയുള്ളതായിരുന്നു. Maggie drew the curtains back and opened the windows. There was a glass bookcase and I stood in front of it. അവൾ
വിൻഡോസിൻ്റെ കേർട്ടൻസ് ഒക്കെ തുറന്നിട്ടു. അവിടെ ഒരു ബുക്കുകൾ വെക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ അതിൻ്റെ മുന്നിലായിട്ട് നിന്നു. മിസ്സസ് ക്ലിഫേർഡ് കെയിം ബ്രിങ്ങിങ് ദ ടീ ട്രേ. All traces of the kitchen had gone from her person. As we drank tea, we spoke about India. അമ്മ ടീ കൊണ്ടുവന്നു. അവർ അപ്പോൾ ഇന്ത്യയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. And it was taken before. As we drank tea, we spoke about India. Mrs. Clifford showed me a photograph of her son. It was taken before he left. അമ്മ അവരുടെ മകൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചു കൊടുത്തു. മകൻ ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. ഫ്രാങ്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. Maggie brought out a book of pictures that he had sent her on her birthday. അപ്പോൾ ബ്രദറ് മാഗിയുടെ ബർത്ത്ഡേക്ക് അയച്ചു കൊടുത്ത ഒരു ചിത്രങ്ങളുള്ള ഒരു പുസ്തകം അവൾ കാണിച്ചു കൊടുത്തു. There were many pictures of Simla and the mountainous places around it. സിംലയിലെ മനോഹരമായിട്ടുള്ള മലകളുടെയൊക്കെ പടങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. മിസ്സസ് ക്ലിഫേർഡ് ആസ്ക്ഡ് മാഗി ടു ഷോ മീ ദ റിംഗ്. അപ്പോഴാണ് അമ്മ ഒരു മോതിരം എടുത്ത് കാണിക്കാൻ മാഗിയോട് പറയുന്നത്. ഐ വാണ്ടഡ് ഹെർ ടു ഷോ മീ ദ റിംഗ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് എ റിംഗ് ഇറ്റ് വാസ്. അദ്ദേഹത്തിനും ക്യൂരിയോസിറ്റി തോന്നി എന്ത് മോതിരമാണ് അതെന്ന് നോക്കാൻ. മാഗി സെഡ് ഇറ്റ് വാസ് എ മാജിക് റിംഗ് വിച്ച് എ യോഗി ഹാഡ് ഗിവൺ ടു ഫ്രാങ്ക്. അപ്പോൾ മാഗി പറഞ്ഞു ഇന്ത്യയിൽ വെച്ച് ഒരു യോഗി ഫ്രാങ്കിന് കൊടുത്ത ഒരു മന്ത്രശക്തിയുള്ള മോതിരമാണ് അതെന്ന് പറഞ്ഞു. She wanted to know if I could see the past and future in it. ഈ മോതിരത്തിൽ കൂടെ ഭൂതകാലവും ഭാവികാലവും കാണാൻ പറ്റും എന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്. I had heard about crystal gazing. അപ്പോൾ അദ്ദേഹം ഈ ക്രിസ്റ്റൽ ഗേസിങ്, അതായത് ഒരു ക്രിസ്റ്റലിൽ ഇങ്ങനെ പിടിച്ച് നോക്കുന്ന ഒരു വിദ്യയെ പറ്റി അദ്ദേഹം കേട്ടിട്ടുണ്ട്. A crystal was set on the ring. I examined it. ഈ മോതിരത്തിന് മുകളിൽ ഒരു ചെറിയൊരു ക്രിസ്റ്റൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ക്രിസ്റ്റൽ എടുത്ത് സൂക്ഷിച്ചു നോക്കി. Mrs. Clifford said that when he sent the ring, Frank wrote that if you concentrated on a distant person, when you look into the crystal, you could see him and what he was doing. അതായത് ഈ മോതിരം അയച്ചു തന്നപ്പോൾ ഫ്രാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്റ്റലിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ദൂരെയുള്ള ഒരാളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ആളെ ക്രിസ്റ്റൽ വഴി കാണാൻ പറ്റും എന്നാണ് ഫ്രാങ്ക് പറഞ്ഞിരുന്നത്. ദിസ് വാസ് വാട്ട് ദ യോഗി ഹാഡ് ടോൾഡ് ഫ്രാങ്ക്. യോഗി ഫ്രാങ്കിനോട് അങ്ങനെയാണ് പറഞ്ഞത്. Maggie and she had been looking at it again and again, but they have not been able to see anything. ഇത് വിശ്വസിച്ച് മാഗിയും അമ്മയും ആ ക്രിസ്റ്റലിൽ വളരെ നേരം നോക്കിയെങ്കിലും അവർക്കൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. She wanted me to try. ഗുപ്ത ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. Since I was a Hindu, I could see something, she thought. അവൾ വിചാരിച്ചത് ഗുപ്ത ഒരു ഹിന്ദു ആയതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുമെന്നാണ് അവൾ വിചാരിച്ചത്. I realized that superstition was not limited to India. I did not want to tell them that the ring was nothing much, a piece of brass with an ordinary piece of glass stuck into it. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ളിടത്തും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അയാൾക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇത് വെറും ബ്രാസിലുണ്ടാക്കിയ ഒരു റിങ്ങും അതിലൊരു ചെറിയൊരു ഗ്ലാസിൻ്റെ കഷ്ണവുമാണ്, അതിൽ കൂടുതൽ അതിൽ ഒരു ശക്തിയുമില്ല എന്ന് അദ്ദേഹം പറയണമെന്ന് അദ്ദേഹം വിചാരിച്ചു. They believed that Frank had sent them a magical thing from Dream India. അതായത് സ്വപ്നലോകമായിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ഒരു മന്ത്രശക്തിയുള്ള ഒരു റിങ്ങാണ് ഫ്രാങ്ക് അയച്ചു കൊടുത്തത് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. I did not want to shatter their faith. അവരുടെ ആ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ഭക്തി നശിപ്പിച്ച് കളയേണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചു. Urged by them, I took the ring and looked into it for a long time. അവർ നിർബന്ധിച്ചതുകൊണ്ട് ഗുപ്ത ആ റിങ്ങിലേക്ക് കുറേ സമയം നോക്കിയിരുന്നു. I told them I could not see anything. അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. They were disappointed. There was a violin there. To change the subject, I asked her if it was Maggie's. സബ്ജക്റ്റ് മാറ്റാനായി അദ്ദേഹം ചോദിച്ചു ഈ ഇരിക്കുന്ന വയലിൻ നിൻ്റേതാണോ?
മിസ്സസ് ക്ലിഫേർഡ് സെഡ് ഇറ്റ് വാസ് മാഗീസ് ആൻഡ് മാഗി പ്ലേഡ് ഇറ്റ് വെൽ. അമ്മ പറഞ്ഞു അതെ, ഇവൾക്ക് നന്നായിട്ട് വയലിൻ വായിക്കാൻ അറിയാം. ഷീ ആസ്ക്ഡ് ഹർ ഡോട്ടർ ടു പ്ലേ സംതിങ് ഫോർ മീ. മാഗി വാസ് ഷൈ ആൻഡ് ഷീ പ്രൊട്ടസ്റ്റഡ്. പക്ഷെ മാഗിക്ക് അത് വായിക്കാൻ ഒരു നാണക്കേടായിരുന്നു, ഒരു ചമ്മലായിരുന്നു. Then I pleaded with Maggie, saying that I liked violin very much. I told her that my sister, who is of her age, used to play for me at home. Maggie said she was not a good player. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അനിയത്തിക്ക് നിൻ്റെ പ്രായമാണ്, അവൾ ഇതുപോലെ വയലിൻ വായിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അത്ര നന്നായിട്ടൊന്നും വായിക്കില്ല. ഫൈനലി ഷീ agreed to play and asked me what I wanted to hear. I told her she could play what she chose. She brought out an old music book bound in black leather. I opened it. It contained many simple songs. Some were good but old fashioned. അവളൊരു പാട്ടുപുസ്തകം കൊണ്ടുവന്നു, പഴയ പാട്ടുകളായിരുന്നു അതിൽ. There were several Scotch songs, അതായത് സ്കോട്ടിഷ് പാട്ടുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. I selected The Bluebells of Scotland. The Bluebells of Scotland എന്നൊരു പാട്ട് അദ്ദേഹം സെലക്ട് ചെയ്തു. And returned the book to her. Maggie played it and I hummed the tune. When she finished playing, I thanked her very much. Mrs. Clifford said that Maggie did not have the opportunity to learn violin. അമ്മ പറഞ്ഞു അവൾക്ക് വയലിൻ പഠിക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. She learned to play the violin herself. അവൾ സ്വന്തമായിട്ടാണ് വയലിൻ വായിക്കാൻ പഠിച്ചിരിക്കുന്നത്. She added that if their circumstances improved, she would arrange for some music lessons for Maggie. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് ഇമ്പ്രൂവ് ആകുകയാണെങ്കിൽ അവളെ ഒന്ന് വയലിൻ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. As I was returning home, the incident touched my heart deeply. തിരിച്ചു പോകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെയും ഗുപ്തയുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. 3 months passed. I visited Maggie and her mother many times and once I took Maggie to see the zoo. ഇതിന് 3 മാസങ്ങൾക്ക് ഇടയിൽ ഗുപ്ത പല പ്രാവശ്യം ആ വീട്ടിൽ പോവുകയും ചെയ്തു. ഒരിക്കൽ അവർ ഗുപ്ത മാഗിയെ സൂ കാണിക്കാനും കൊണ്ടുപോയി. She rode the elephant and she was very happy. അവളെ ആനപ്പുറത്ത് കയറ്റി അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. No news came from her brother. ഈ സമയത്തൊന്നും അവളുടെ സഹോദരനിൽ നിന്നും ന്യൂസ് ഒന്നും വന്നില്ല. Urged by Mrs. Clifford, I went to India House and made enquiries. അദ്ദേഹം ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ പോയിട്ട് ബ്രദറിനെ പറ്റി അന്വേഷിച്ചു. I was told the regiment to which Frank belonged was fighting in the northwest frontier. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് ഫ്രാങ്ക് ഉണ്ടായിരുന്ന ആ ഒരു റെജിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈന്യ വിഭാഗമാണ്. ആ സൈന്യ വിഭാഗം അതിർത്തിയിൽ നോർത്ത് വെസ്റ്റ് അതിർത്തിയിൽ യുദ്ധത്തിലാണെന്നാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. മിസ്സസ് ക്ലിഫേർഡ് വാസ് വെരി വറീഡ്. ഇതറിഞ്ഞ് അമ്മയ്ക്ക് വളരെയധികം പരിഭ്രാന്തി ഉണ്ടായി. One day I got a postcard from Maggie saying that her mother was very ill. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാഗിയിൽ നിന്നൊരു പോസ്റ്റ് കാർഡ് വന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറിയിപ്പായിരുന്നു അത്. She has not been able to go for work for a week. ഒരാഴ്ചയായി അവൾക്ക് ജോലിക്ക് പോകാനും പറ്റിയിട്ടില്ല. She wanted me to go and see them. അവൾക്ക് അദ്ദേഹം അവിടെ വന്നെന്ന് അവരെ കാണണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. I had spoken to the family with whom I lived about Maggie and her mother. At breakfast, I spoke of the letter. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. My hostess told me that when I went to see Maggie, I should take some money with me. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റസ്, അതായത് അദ്ദേഹത്തിൻ്റെ ആതിഥേയ, അവർ പറഞ്ഞു മാഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഇത്തിരി കാശ് കൊണ്ടു കൊടുക്കണം. Since the girl has not gone for work, they will be in problems. അവർ പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകയായിരിക്കും. I took some money and went to their house. Maggie opened the door. She was looking weak. മാഗി വാതിൽ തുറന്നു. അവൾ വളരെ ദുർബലയായിട്ടാണ് ഇരുന്നിരുന്നത്. Her eyes were hollow
ആൻഡ് റിംഗ്ഡ്, അവളുടെ കണ്ണിന് ചുറ്റും കറുത്തിരുന്നു. ഷീ താങ്ക്ഡ് മീ. ഐ ആസ്ക്ഡ് അബൌട്ട് ഹെർ മദർ. മാഗി സെഡ് ദാറ്റ് ഹെർ കണ്ടീഷൻ വാസ് സീരിയസ്. മാഗി പറഞ്ഞു അമ്മയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ഷീ വാസ് സ്ലീപ്പിംഗ്. The doctor said that her condition was aggravated because of her worry about Frank. മകനെ പറ്റിയിട്ടുള്ള ടെൻഷൻ കൊണ്ടാണ് അമ്മ ഇത്രയും മോശമായതെന്ന് ഡോക്ടർ പറഞ്ഞു എന്നവൾ പറഞ്ഞു. There was no news from him. She may not live. അപ്പോൾ അവൾക്ക് ഭയമുണ്ട്, അമ്മ അധികം കാലം ജീവിച്ചിരിക്കുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു. I tried to console Maggie. മാഗിയെ സമാധാനിപ്പിക്കാൻ ഗുപ്ത ശ്രമിച്ചു. Maggie controlled herself with an effort and told me she had a request to make. അപ്പോൾ അവൾ ഒരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. I asked her to tell me what she wanted. എന്താണ് ആവശ്യമെന്ന് ഗുപ്ത ചോദിച്ചു. She asked me to go into the sitting room where she would tell me about her request. അപ്പോൾ അവൾ പറഞ്ഞു സിറ്റിംഗ് റൂമിലേക്ക് പോകാം, എനിക്ക് രഹസ്യമായി ഒരു അപേക്ഷ പറയാനുണ്ടെന്ന് പറഞ്ഞു. She went into the sitting room quietly. I asked Maggie what she wanted. She looked into my eyes. Then, as I was waiting for her answer, she covered her face and started crying. I was in a fix. അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അദ്ദേഹം ആകെ ഒരു ഫിക്സിലായിപ്പോയി, അല്ലെങ്കിൽ ആകെ ഒരു പ്രോബ്ലത്തിലായിപ്പോയി. What could I say to comfort her? ഞാൻ എങ്ങനെ അവളെ സമാധാനിപ്പിക്കും? Her brother was on the war front. അവളുടെ ബ്രദർ ആണെങ്കിൽ അതിർത്തിയിലെ യുദ്ധത്തിലാണ്. Nobody knew if he was dead or alive. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. Her mother was her only support on earth. അമ്മ മാത്രമേ അവൾക്ക് ഉള്ളൂ. If she lost her, where would this young girl of 13 or 14 go? അമ്മ മരിച്ചു പോവുകയാണെങ്കിൽ ഈ ചെറിയ കുട്ടി എവിടെ പോകും? I pulled her hands away from her face. I asked her what she wanted me to do for her. She was hesitant to come out with her request and asked me to forgive her if the request was wrong. അപ്പോൾ അവൾക്ക് ഈ റിക്വസ്റ്റ് പറയാൻ ആകെ ഒരു സംശയമായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു എൻ്റെ അപേക്ഷ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. I asked her to tell me what she wanted. She then said that the whole day yesterday her mother was telling her that if I went to her house and looked into the crystal, I might be able to know something about her son as I'm a Hindu. അതായത് ഇന്നലെ മുഴുവൻ അമ്മ പറയുകയായിരുന്നു, ഗുപ്തയെ കൊണ്ട് ഈ ക്രിസ്റ്റൽ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചാൽ ആ ബ്രദറിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റും എന്നാണ് അമ്മയുടെ വിശ്വാസമെന്ന്. But she thought I may not go to their house. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് വരുമോ എന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു. This is why she wrote to me. അതുകൊണ്ടാണ് അവൾ ആ ഒരു പോസ്റ്റ് കാർഡ് അയച്ചത്. I told her if she wanted me to try once more, she would fetch me the ring. അങ്ങനെയാണെങ്കിൽ ആ മോതിരം എടുത്തോണ്ട് വരാൻ അദ്ദേഹം പറഞ്ഞു. She then was worried what would happen if I did not see anything. അവൾക്കൊരു വറി ഉണ്ടായിരുന്നു, അതായത് അദ്ദേഹം നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? I could not give her a proper answer. അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിച്ചില്ല. She further told me that she had read in books that Hindus are extremely truth loving. അവൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, ഹിന്ദുസ് വളരെയധികം സത്യം പിന്തുടരുന്ന ആൾക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. After looking into the crystal, she wanted me to tell her mother that Frank was all right and he was alive. അപ്പോൾ അവൾക്ക് ഗുപ്തയെ കൊണ്ടൊരു കള്ളം പറയിക്കണമായിരുന്നു. അതായത് ക്രിസ്റ്റലിൽ നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ വെറുതെ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് ഫ്രാങ്ക് സുഖമായിട്ടിരിക്കുന്നു എന്ന് അമ്മയോട് പറയണമെന്നാണ് അവളുടെ ആവശ്യം. ആസ് ഷീ സ്പോക്ക് ഷീ വാസ് ക്രൈങ്. ഇത് പറയുമ്പോൾ അവൾ കരയുകയായിരുന്നു. വുഡ് ദാറ്റ് ബി റോങ്? ആസ് ഷീ സ്പോക്ക് ഷീ വാസ് ക്രൈങ്. അങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ അത് തെറ്റായി പോകുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. I thought it over. I am not a saint. I decided to do it. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, അങ്ങനെ ചെയ്യാം, അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. It would not be a big offense. അതൊരു വലിയ തെറ്റൊന്നുമല്ല. I told Maggie to get the ring. I told her I would look very carefully this time, even if
I didn't see anything, I would tell the mother as she had told me. ഒന്നും കണ്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ പറയാം. God would forgive if it was wrong. ദൈവം അത് ക്ഷമിച്ചോളും. Maggie brought the ring. I asked her to check if her mother was awake. അമ്മ ഉണർന്നിരിക്കുകയാണോ എന്ന് നോക്കിയിട്ട് വരാൻ അദ്ദേഹം പറഞ്ഞു. She came back after 15 minutes and told me she was awake. She had told her mother that I was there. അമ്മയോട് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. Maggie took me to her mother's bedside. The ring was in my hand. I told Mrs. Clifford that her son was alive and well. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. She wanted to know if I saw him in the crystal. ക്രിസ്റ്റലിൽ അവനെ കണ്ടോ എന്ന് അമ്മ ചോദിച്ചു. Without hesitation, സംശയമൊന്നും കൂടാതെ, I told her I did see him there. ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. Tears of happiness filled her eyes. അമ്മയുടെ കണ്ണ് സന്തോഷത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. She wished me God's blessings. അവർ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നവർ എന്നെ ആശീർവദിച്ചു. മിസ്സസ് ക്ലിഫേർഡ് റിക്കവേർഡ്. അങ്ങനെ അമ്മ അസുഖത്തിൽ നിന്നും റിക്കവർ ചെയ്തു. ഇറ്റ് വാസ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു ഇന്ത്യ. ഐ വാണ്ടഡ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹർ മദർ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഗുപ്തയ്ക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അദ്ദേഹം ലാംബത്തിൽ പോയി മാഗിയെയും അമ്മയെയും കാണാൻ തീരുമാനിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. പക്ഷേ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവർ മോർണിംഗിലായിരുന്നു. MOURNING എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള വിലപിക്കലിനെയാണ് മോർണിംഗ് എന്ന് പറയുന്നത്. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ്. ഫ്രാങ്ക് മരിച്ചു പോയിരിക്കുന്നു. എ മന്ത് എഗോ, അതും ഒരു മാസത്തിന് മുന്നേ. മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. അപ്പോൾ മാഗി ആ കാർഡ് അയച്ചത് ഒരു ബ്ലാക്ക് ബോർഡറോട് കൂടിയായിരുന്നു. I calculated from the date and found that Frank had been dead some days when I told he was alive and well. അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം മരിച്ചു പോയിരിക്കുകയായിരുന്നു. I felt ashamed to face Maggie's mother. മാഗിയുടെ അമ്മയുടെ മുഖത്ത് നോക്കാൻ തന്നെ അദ്ദേഹത്തിന് വിഷമം തോന്നി. So I wrote them a letter. അതുകൊണ്ട് അദ്ദേഹം ഒരു കത്തെഴുതി, ഇൻഫോമിങ് ദെം ഓഫ് മൈ ഗോയിങ് അവേ ആൻഡ് ബിഡിങ് ദെം ഗുഡ് ബൈ. അയാൾ ഗുപ്ത പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതി. ഇറ്റ് വാസ് ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന ദിവസത്തിൻ്റെ ഇറ്റ് വാസ് ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ. ലണ്ടനിലുള്ള അവസാനത്തെ ദിവസത്തിൻ്റെ പ്രഭാതമായിരുന്നു. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. അന്ന് രാത്രിക്ക് മുമ്പ് അദ്ദേഹം പുറപ്പെടുമായിരുന്നു. ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഹോസ്റ്റ് ഫാമിലി. അദ്ദേഹം ആ ഹോസ്റ്റ് ഫാമിലിയോടൊപ്പം രാവിലത്തെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. ആ സമയത്ത് വാതിലിലൊരു മുട്ട് കേട്ടു. The maid came and said that Miss Clifford has come to see me. അപ്പോൾ വീട്ടിലെ വേലക്കാരി വന്ന് പറഞ്ഞു, മിസ് ക്ലിഫേർഡ് വന്നിട്ടുണ്ട്, അതായത് മാഗി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ലായിരുന്നു. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹോൾ. ഷീ വാസ് വെയറിങ് ബ്ലാക്ക്. ലണ്ടനിൽ മോർണിംഗ് സമയത്ത് ആൾക്കാർ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. മാഗി അവിടെ കറുത്ത വസ്ത്രത്തിൽ നിൽപ്പുണ്ടായിരുന്നു. ഐ ടുക്ക് ഹർ ടു ദ ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹർ സിറ്റ് ഡൗൺ. അവളെ അദ്ദേഹം ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ലീവിങ് ദാറ്റ് ഡേ. അവൾ ചോദിച്ചു, ഇന്ന് പോവുകയാണോ? ഐ സെഡ് യെസ്. She wanted to know how long I would take to reach my country. I said a little more than 2 weeks. 2 ആഴ്ച എടുക്കും ഇന്ത്യയിലെത്താൻ എന്ന് അദ്ദേഹം അറിയിച്ചു. She asked me where I lived. I then told her that I had entered the Punjab Civil Service. അദ്ദേഹം പറഞ്ഞു, ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുകയാണ്. And I would not know when exactly I would reach there after my posting. എപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. She wanted to know if the frontier was far from there. അതിർത്തി അടുത്താണോ ദൂരെയാണോ എന്നാണ്
എന്നാണ് അവൾക്ക് അറിയേണ്ടിയിരുന്നത്. ഐ ടോൾഡ് ഹർ ഇറ്റ് വാസ് നോട്ട് ഫാർ, ഇല്ല അതിർത്തി അടുത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഷീ ടോൾഡ് മീ ദാറ്റ് ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺറോ നിയർ ദരാ ഗാസി ഖാൻ, അതായത് പഞ്ചാബിലെ ദരാ ഗാസി ഖാൻ്റെ അടുത്ത് ഫോർട്ട് മൺറോയിലാണ് തൻ്റെ ബ്രദറിനെ അടക്കിയിരിക്കുന്നത് എന്ന് അവൾ പറഞ്ഞു. ഹർ ഐസ് വെർ ഫിൽഡ് വിത്ത് ടിയേഴ്സ്, അത് പറയുമ്പോൾ അവൾ കരയുകയായിരുന്നു. ഐ ടോൾഡ് ഹർ ദാറ്റ് ഐ വുഡ് വിസിറ്റ് ഹർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു ഹർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്യാം, അതിനുശേഷം ഞാൻ നിനക്ക് കത്തയക്കാം എന്ന് പറഞ്ഞു. വെൻ ഐ അഷ്വർഡ് ഹർ ദാറ്റ് ഐ വുഡ് വിസിറ്റ് ദ പ്ലേസ് ഹർ ഫേസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, അത് കേട്ടപ്പോൾ അവളുടെ മുഖം നന്ദി കൊണ്ട് നിറഞ്ഞു. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇത് കേട്ടപ്പോൾ അവൾ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഷില്ലിങ്, അതായത് ഒരു ചെറിയ ഒരു നാണയത്തുട്ടാണ്, അതെടുത്ത് ടേബിളിൽ വെച്ചു. വിത്ത് ദാറ്റ് മണി ഐ വാസ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ് ദെം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്, അതായത് ആ പൈസ കൊണ്ട് പൂക്കൾ വാങ്ങി തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു അവളുടെ ആവശ്യം. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്, അദ്ദേഹം വികാരഭരിതനായിട്ട് അദ്ദേഹം താഴേക്ക് നോക്കി. ഷീ ഹാഡ് ഏൺഡ് ദാറ്റ് ഷില്ലിംഗ് വിത്ത് സോ മച്ച് ഓഫ് ഹാർഡ് വർക്ക്, വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ആ ഷില്ലിങ് സമ്പാദിച്ചത്. ഐ wanted to return the money to her, saying that in India a lot of wild flowers grew and one does not have to pay money to get some. അദ്ദേഹത്തിന് പറയണമെന്നുണ്ടായിരുന്നു, ഈ കാശിൻ്റെ ആവശ്യമില്ല, ഇന്ത്യയിൽ ധാരാളം കാട്ടുപൂക്കളുണ്ട്, അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഐ തോട്ട് അഗൈൻ, ഞാൻ വീണ്ടും ചിന്തിച്ചു, ഐ വുഡ് ഡിപ്രൈവ് ഹർ ഓഫ് ഹർ ജോയ് ഓഫ് സാക്രിഫൈസ് ഇഫ് ഐ ഡിഡ് നോട്ട് ടേക്ക് ദ മണി. അപ്പോൾ അവളുടെ ത്യാഗത്തിൻ്റെ വില കുറച്ച് കാണുന്നതായിട്ട് അവൾക്ക് തോന്നും എന്ന് അദ്ദേഹം ചിന്തിച്ചു. ദ ഗ്രീഫ് ഓഫ് ഹർ ഹാർട്ട് വുഡ് ലെസൺ ബൈ ദ സാക്രിഫൈസ് ഷി വാസ് മേക്കിംഗ്, അതായത് അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ ഷില്ലിങ് കൊണ്ട് പൂക്കൾ വാങ്ങി വെച്ചാൽ മാത്രമേ അവളുടെ ദുഃഖഭാരം കുറയുകയുള്ളൂ. ഐ ടുക്ക് ദ ഷില്ലിങ്, ഞാൻ ആ ഷില്ലിങ് എടുത്തു. ഐ അഷ്വേർഡ് ഹർ ദാറ്റ് I would buy flowers with it and put them on her brother's grave. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പൈസ കൊണ്ട് പൂക്കൾ വാങ്ങി നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കും. She said she did not know how to thank me. She would be late for work and so she wanted to go. അവൾക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞു. She reminded me to write to her. I took her hand and pressed into my lips. Maggie left. I wiped a tear or two from my eyes. I went upstairs to pack my bags. അദ്ദേഹം വികാരഭരിതനായി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു. എന്നിട്ട് അദ്ദേഹം മുകളിലേക്ക് ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോയി. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നോട്ട്സിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. താങ്ക് യു.